അത്ഭുതങ്ങളും രോഗശാന്തികളും നടക്കുന്നിടത്തേക്ക്, ആശ്വാസം കിട്ടുന്നുവെന്ന് മനുഷ്യർക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നിടത്തേക്ക് മനുഷ്യരിങ്ങനെ ഇരച്ചു കയറുന്നത് കാണുമ്പോൾ കർത്താവിൻ്റെ ഒരു വചനം ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടുള്ള അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ്. കർത്താവിൻ്റെ പ്രയാസം എന്താണെന്നറിയാവോ? നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടല്ല വരണത്, എന്നെ തേടിയല്ല വരണത്. പീലിപ്പോസിനോട് കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ്. ഇത്രയും കാലം ഞാൻ കൂടെ ഉണ്ടായിട്ട് പീലിപ്പോസെ, നീ എന്നെ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞ കർത്താവിന് വേണ്ടിയിട്ട് ആഗ്രഹത്തോടും ദാഹത്തോടും കൂടി അന്വേഷിച്ചിറങ്ങുന്ന മനുഷ്യരൊന്നുമല്ല പള്ളി നിറയ്ക്കുന്നത്. നമുക്കറിയാലോ, നീണ്ട ലിസ്റ്റുമായിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന നമ്മളോട് അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളെ ഇതൊരു വാൺ ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ലേ. പലതിനെയും പലരെയും ഇങ്ങനെ കർത്താവിന് മുകളിലായിട്ട് പ്രതിഷ്ഠിച്ച് പല അനുഷ്ഠാനങ്ങളെയും പല ആചാരങ്ങളെയും പരിശുദ്ധ കുർബാനയ്ക്ക് മുകളിലാണെന്ന് പറഞ്ഞ് ചിന്തിച്ച് മനുഷ്യർ ജീവിച്ചു തുടങ്ങുന്നുണ്ട്. മൊവേനപ്പള്ളികളിൽ അന്യമതസ്ഥരായിട്ടുള്ള മനുഷ്യർ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന വലിയൊരു സങ്കടം ഇതാണ്. അവരെ കർത്താവിനെ അറിയാതെയാണല്ലോ പോണേ. അന്തോണീസ് ഉണ്ണിയാളിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രം ഇവരെ ഓർമ്മപ്പെടുത്തുമ്പോൾ യൂദാസ്ലീഹ ചെയ്തു തന്ന മധ്യസ്ഥ ശക്തിയെക്കുറിച്ച് മാത്രം ഇങ്ങനെ നൊവേന സെൻറ്ററുകളിൽ നമ്മൾ വിളിച്ചു പറയുമ്പോൾ പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത് ക്രിസ്തുവിനെ ആണെങ്കിൽ ആ കർത്താവിനെക്കുറിച്ച് ഓരോ ഓർമ്മപ്പെടുത്തലും ആ കർത്താവിൻ്റെ പരിപാലനയെക്കുറിച്ചുള്ള വലിയ വചനങ്ങളുമൊക്കെ ഈ മനുഷ്യരുടെ ഉള്ളിലേക്ക് കൊടുക്കാതിരുന്നാൽ, കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയണത് പോലെ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ, ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. ആരെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടതെന്നും ആരിലേക്കാണ് ഈ മനുഷ്യർ എത്തിച്ചേരേണ്ടതെന്നും ആരിലേക്കാണ് നമുക്ക് ശരിയായിട്ട് ചെന്നെത്തേണ്ടതെന്നൊക്കെയുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പഴയ നിയമത്തിൽ ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട് മനുഷ്യരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ പിത്തള സർപ്പത്തെ നോക്കി രക്ഷപ്പെട്ട ഇസ്രായേൽ ജനത ഇതേ പിത്തള സർപ്പത്തെ ആരാധിക്കാൻ തുടങ്ങുന്നൊരു കാര്യമുണ്ട്. കാരണം ഇതാണ് ഞങ്ങളെ രക്ഷിച്ചതെന്നുള്ള ചിന്തയിൽ മനുഷ്യർ ആരാണോ ഈ പിത്തള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞത് ആ ദൈവത്തെ മറന്നു പോകുമ്പോൾ അഹാബ് രാജാവാണെന്ന് തോന്നുന്നു പിന്നീട് അത് തകർത്ത് കളയേണ്ടത്, തകർക്കപ്പെടേണ്ടത് തന്നെയാണെന്ന്.